പാരന്റ്ഹുഡിന്റെ വളരെ സെൻസിറ്റീവായ ഒരു ഭാഗത്തെ കോമഡിയുടെ സഹായത്തോടെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് വിനയ് ഫോർട്ട് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും പുതിയ മലയാള സിനിമയായിട്ടുള്ള സംശയം. സിനിമയുടെ അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും ഈ പറഞ്ഞൊരു ആശയം പറഞ്ഞു വെക്കാൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ടെങ്കിലും ഏതാണ്ട് ഒരു എക്സെൻട്രിക് കോമഡിയായി മാറുന്ന ഇതിന്റെ ട്രീറ്റ്മെന്റ് ലേശം കുഴപ്പം പിടിച്ചതാണ്. വളരെ സ്ലിം ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ടിനെ മണ്ടനായ ഒരു കേന്ദ്ര കഥാപാത്രത്തിലൂടെ കുറേ കോമഡികൾ ഉണ്ടാക്കി ഓവർഡു ചെയ്ത് പ്രേക്ഷകനെ ചിരിപ്പിക്കാൻ നോക്കുന്ന ഒരു സിനിമയായിട്ട് സംശയം മാറുന്നുണ്ട്. പലതരത്തിലുള്ള സോഷ്യൽ സ്റ്റിഗ്മകളെ വിമർശിക്കുന്നുണ്ട് എന്ന ഒരു ആസ്പെക്റ്റിൽ മാത്രമേ നമുക്ക് ഈ സിനിമയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. വടകരയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. നമ്മുടെ നായകനായിട്ടുള്ള മനോജൻ ഇന്ത്യൻ കോഫി ഹൗസിലെ ഒരു തൊഴിലാളിയാണ്. അയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് വിമലയെയാണ്. വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 3 വർഷത്തോളം കുട്ടികളില്ലാതിരുന്ന അവർക്ക് ഒടുവിൽ ഒരു ആൺകുഞ്ഞ് പിറന്നു. ആ കുട്ടിക്ക് 1.5 വയസ്സായപ്പോൾ ഈ കുടുംബത്തിൽ അവനെ ചുറ്റിപ്പറ്റി ഒരു സംശയം ഉടലെടുത്തു. ആ സംശയം എന്താണ്, അത് ആ കുടുംബത്തെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഇതൊരു യഥാർത്ഥ കഥയെ ചുറ്റിപ്പറ്റിയുള്ളതാണെന്ന് സിനിമയുടെ തുടക്കത്തിൽ അവർ പറയുന്നുണ്ട്. തുടക്ക ഭാഗങ്ങളിലെ ഹ്യൂമർ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നേക്കാം എന്ന് തന്നെ നമുക്ക് തോന്നും. ഈ പകുതിയുള്ള അറിവ് കൊണ്ടുണ്ടാകുന്ന പൊല്ലാപ്പുകൾ ഉണ്ടല്ലോ, അത്തരത്തിലുള്ളത്. പ്രിമൈസ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ക്ലൈമാക്സ് വരെ എത്തുക എന്നതാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ചാലഞ്ച്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അതിനിടയിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇത്ര ബുദ്ധിമുട്ടേറിയ ഒരെണ്ണം ആകണമെന്ന് നിർബന്ധമില്ല. സോ മനോജിന്റെ യാത്ര സ്വല്പം കഠിനമാക്കുക എന്നതാണ് സിനിമയുടെ ആ ഒരു ഭാഗം ഫ്ലഷ് ഔട്ട് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം. സിനിമയിലെ ഒരു ഘട്ടത്തിൽ നിയമയുദ്ധം താൻ അവസാനിപ്പിക്കുകയാണ്, കാരണം ഈ ഒരു സംഗതി കാരണം ആളുകളുടെ മുമ്പിൽ താനൊരു മണ്ടനായി മാറിയിരിക്കുകയാണ് എന്നൊക്കെ മനോജൻ ഒരു പോലീസുകാരനോട് പറയുന്നുണ്ട്. മനോജന്റെ വിവരമില്ലായ്മ ഏതാണ്ട് ഒരു കോമാളിക്കളി കണക്കിന് അവതരിപ്പിച്ചത് കാരണം അയാളെ ഓർത്ത് പ്രേക്ഷകന് ഒരു സങ്കടം തോന്നാൻ അന്നേരം സാധ്യതയില്ല. ഇതിന്റെ സംവിധാനവും സഹരചനയും ചെയ്തിട്ടുള്ള രാജേഷ് രവിക്ക് ഈ സിനിമയെ ഒരു സട്ടിൽ സ്പേസിൽ വെക്കാൻ തന്നെയാണ് താല്പര്യം. ഒരുപക്ഷെ അവസാനം വരുന്ന ഇമോഷണൽ എലമെന്റ് ആയിരിക്കാം അതിന് കാരണം. മനോജിന്റെയും വിമലയുടെയും മണ്ടത്തരങ്ങളിലേക്ക് കോമഡിക്ക് വേണ്ടി ശ്രദ്ധ കൊടുക്കുന്ന സ്ഥലത്താണ് സിനിമ പാളുന്നത്. പല സ്ഥലത്തും മനോജൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു ബേസിക് സ്റ്റോറിയെ കോമഡി ആക്കി എടുക്കാൻ വേണ്ടി സിനിമ കാട്ടിക്കൂട്ടുന്ന അഭ്യാസങ്ങളായിട്ട് തോന്നി. മനോജൻ എന്ന വ്യക്തിയെ പരിഹസിക്കുന്നതിലേക്ക് ഈ സിനിമ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ എഴുത്തിന്റെ പോരായ്മയാണ് ഒരർത്ഥത്തിൽ തുറന്നു കാണിക്കപ്പെടുന്നത്. ഈ സിനിമയിലെ രണ്ടാമത്തെ കപ്പിളായിട്ടുള്ള ഹാരിസും ഫൈസയും ഉള്ള ട്രാക്ക് വളരെ നീറ്റായിട്ട് തന്നെയാണ് രാജേഷ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമയിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യവുമായിട്ട് ആ ഒരു ട്രാക്ക് നല്ല രീതിയിൽ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. വെപ്പുവല്ലും മേക്കപ്പും എല്ലാം വിനയ് ഫോർട്ടിനെ ആ കഥാപാത്രമാക്കി മാറ്റുന്നുണ്ടെങ്കിലും ഈ അടുത്തായി പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസെക്യൂർ ആയിട്ടുള്ള പുരുഷ കഥാപാത്രങ്ങൾക്ക് ഒരു ആവർത്തനം ഫീൽ ചെയ്യുന്നുണ്ട്. സംശയത്തിന്റെ കേസിൽ മനോജനെ ഒരു കാരിക്കേച്ചറാക്കി അവതരിപ്പിക്കാൻ പുള്ളിയോട് ആവശ്യപ്പെട്ടതുപോലെ തോന്നി. പല സ്ഥലത്തും മനോജന്റെ മണ്ടത്തരം കുറച്ചധികമായി മാറുന്നുണ്ട്. മനോജനുള്ള അതേ സംശയമുള്ള കഥാപാത്രമായിട്ടാണ് ലിജോ മോൾ ജോസ് വരുന്നത്. പക്ഷേ ആ കഥാപാത്രത്തെ അത്ര ലൗഡായിട്ട് അവതരിപ്പിക്കേണ്ടി വന്നിട്ടില്ലാത്തതുകൊണ്ട് ലിജോയുടെ പെർഫോമൻസ് സാമാന്യം ഡീസൻ്റ് ആയിരുന്നു. എനിക്ക് ഈ സിനിമയിലും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഷറഫുദ്ദീൻ്റെതായിരുന്നു. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സ്വന്തം പാർട്ട്ണറിനെ നല്ലപോലെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെയാണ് ഷറഫ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഭാഗങ്ങൾക്ക് നല്ലൊരു ഗ്രേസ് ഉണ്ട്. പുള്ളിയുടെ അഭിനയത്തിന്റെ ഒരു ഭംഗി വരുന്നത് ഇങ്ങനെയുള്ളൊരു കഥാപാത്രം കോമഡി സ്വഭാവത്തിലേക്കും ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന ഭാവങ്ങളിലേക്കും ഒക്കെ മാറുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യുന്നു എന്നതിലാണ്. ഇതുവരെ പ്രിയംവദാകൃഷ്ണൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിലെ ഫൈസ എന്ന കഥാപാത്രം കുറച്ചുകൂടെ ഈസി ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് തന്നെ ഒരു ഫ്രഷ്നെസ് തരുന്നുണ്ട്. ഇതിലെ സംശയത്തിന് ആസ്പദമായ കാര്യത്തിലേക്ക് ഞാൻ അധികം കടക്കാത്തത് അത് ആ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ സിനിമയിൽ നിന്ന് കണ്ടാൽ മതി എന്ന രീതിയിലാണ് ഇതിന്റെ മേക്കേഴ്സ് ട്രെയിലർ പോലും പുറത്തുവിട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ്. ഒരാശയം എന്ന നിലയിൽ നല്ലൊരു സിനിമയാക്കാനുള്ള സ്കോപ്പ് തീർച്ചയായും സംശയം എന്ന സിനിമയുടെ കഥയ്ക്കുണ്ട്. പക്ഷേ എത്രത്തോളം ഒരു സെൻസിറ്റീവായ വിഷയത്തിൽ കഥ പറയുമ്പോൾ ഹ്യൂമർ ഉപയോഗിക്കാമെന്നതിൽ ഇതിന്റെ തിരക്കഥയ്ക്ക് കണക്ക് തെറ്റുന്നുണ്ട്. ഇതിൽ വിനയ് ഫോർട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രം ചില സ്ഥലങ്ങളിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അയാളോട് ഒരു തരത്തിലും ഒരു എമ്പതി നമുക്ക് തോന്നില്ല. ആകെ മൊത്തത്തിൽ നന്നാക്കാമായിരുന്ന ഒരു ആശയത്തെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിച്ചൊരു സിനിമയാണ് സംശയം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്